അങ്ങനെ ജാനകി അനാമികയും അവളുടെ അച്ഛനെയും അമ്മയൊക്കെ അന്ധമായിട്ട് അങ്ങ് വിശ്വസിക്കുകയാണ്. ഇപ്പൊ ദേവയാനിയും നയനയും ഒക്കെ കൂടി ജാനകിയുടെ ശത്രുക്കളായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ. സത്യങ്ങളെല്ലാം അറിഞ്ഞതോടുകൂടി തന്നെ ദേവയാനിക്കാണെങ്കിലും അനാമികയോട് ഭയങ്കര വെറുപ്പായി കഴിഞ്ഞു. പാലിൽ വിഷം ചേർത്ത് തന്റെ കരൾ നഷ്ടപ്പെടാൻ കാരണം അനാമികയാണെന്ന് അറിഞ്ഞത് മുതൽ തന്നെ ദേവയാനിക്കാണെങ്കിലും അനാമികയോട് ഭയങ്കര വെറുപ്പായി തുടങ്ങി. എന്നിട്ട് അനാമികയോട് ജാനകി ഓരോന്ന് പറയുമ്പോഴേക്കും ദേവയാനിയാണെങ്കിലും പറയുന്നുണ്ട്, അനാമികയും അതുപോലെ തന്നെ അവളുടെ വീട്ടുകാരെയും അന്ധമായി വിശ്വസിക്കുന്നത് നിനക്ക് ആപത്ത് വരുത്തി വയ്ക്കൂ എന്നുള്ള കാര്യം. പറഞ്ഞതുപോലെ തന്നെ ജാനകി എല്ലാം കൺമുന്നിൽ കാണുകയാണ്. അങ്ങനെ ജാനകിയാണെങ്കിൽ അനാമികയുടെ റൂമിലോട്ട് വരികയാണ് കേട്ടോ. അനാമിക ആ സമയം ഡോറ് ചാരിയിട്ട് അകത്ത് നിന്ന് ആരെയും ഫോൺ വിളിക്കുകയായിരുന്നു. അവൾ ആരോടാണ് ഈ സംസാരിക്കുന്നതെന്നൊക്കെ ജാനകി ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് കേട്ടോ. അതിന് പറഞ്ഞിട്ടുണ്ടല്ലോ, പാർക്കിലും ബീച്ചിലും ഒക്കെ ഇവള് പല ആണുങ്ങളുമായിട്ട് കറങ്ങി നടക്കുന്നതൊക്കെ ഉണ്ടെന്ന്. ഇവള് വീട്ടിലും ഫോണിൽ കൂടി ഇതൊക്കെ തന്നെയാണോ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ നമ്മുടെ ജാനകിയാണെങ്കിലും അതൊന്ന് കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൾ എന്താ പറയുന്നതെന്നൊക്കെ കാതോർത്ത് കേൾക്കുകയാണ് ജാനകി. അനാമിക സംസാരിക്കുന്നത് വേണുവിനോടാണെന്നുള്ള കാര്യം ജാനകിക്ക് മനസ്സിലാവുകയാണ്. അച്ഛാ, അച്ഛൻ പറഞ്ഞതുപോലെ എനിക്കിനി ഇവിടെ പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല. പിന്നെ ആ തള്ള കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നത്. കിട്ടുന്ന വലിയ നക്കാപ്പിച്ചയെ മേടിച്ചുകൊണ്ട് അങ്ങ് വന്നാലോന്നൊക്കെ ഞാൻ അങ്ങ് ഓർക്കുകയാന്ന് പറയുക. പിന്നെ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്താൽ നല്ലൊരു ഓഹരി തന്നെ എനിക്ക് കിട്ടും. പിന്നെ അതുമാത്രം മതിയല്ലോ എനിക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാനായിട്ട്. എങ്ങനെയെങ്കിലും ആ അനിയെ എൻ്റെ തലേന്ന് ഒഴിവാക്കണം. എന്നിട്ട് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എൻ്റെ കാമുകൻ്റെ ഒപ്പം ജീവിക്കണം. അവനെയാണ് എനിക്കിഷ്ടം. അവൻ മാത്രമേ ഉള്ളൂ എന്നെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. അവൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ തന്നെ എനിക്ക് കുറച്ച് സ്വത്തും പണമൊക്കെ ആവശ്യമുണ്ട് അച്ഛാ. അതെൻ്റെ കയ്യിൽ കിട്ടുന്ന നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. പിന്നെ ഞാൻ ആരെയും നോക്കില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ അനാമിക പറയുന്നത് ജാനകി കേട്ടോണ്ട് നിൽക്കുകയാണ്. ജാനകിയാണെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്തൊക്കെ ഈശ്വര ഞാൻ ഈ കേൾക്കുന്നത്. ഇവളുടെ മനസ്സിലിരിപ്പ് ഇതൊക്കെയായിരുന്നു അല്ലേ. ഏട്ടത്തി പറഞ്ഞു വന്ന് ഞാൻ വിശ്വസിച്ചില്ലല്ലോ. ഏട്ടത്തി ഇവളുടെ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കും ഏട്ടത്തി ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചോടെ തന്നെ ജാനകി വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ദേവയാനി അനാമിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണെങ്കിലും ജാനകി ആ സമയത്ത് ഓർത്തു പോവുകയാണ് കേട്ടോ. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇനി എന്തായാലും അനാമിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണം. ഇവളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇനി അറിയണം. ഇവളുടെ കാമുകൻ ആരാന്നുള്ളത് അറിയണം. ഇവളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. ഇതൊക്കെ അറിഞ്ഞിട്ടാണെങ്കിലും ജാനകിക്ക് റൂമിൽ ചെന്നിട്ട് മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ആകെ ഒരു വിഷമം. തൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചവളാണോ ഇവൾ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ജാനകി. എന്നിട്ട് ജാനകി വീണ്ടും അനാമികയുടെ റൂമിലോട്ട് പോവുകയാണ്, അവൾ എന്ത് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്ത് അനാമികയാണെങ്കിലും പുറത്തോട്ട് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ റൂമിൻ്റെ പുറത്ത് ജാനകി നിൽക്കുന്നത് അനാമിക കാണുകയാണ് കേട്ടോ. അനാമിക എന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട്, അമ്മേ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. എന്താ മോളിപ്പോൾ എന്തിനാ പുറത്ത് പോകുന്നത് എന്നിങ്ങനെ ജാനകി ചോദിക്കുന്നുണ്ട്. അത് പിന്നെ അമ്മേ, അച്ഛനെ ഒന്ന് കാണണം. അച്ഛൻ അവിടെ എനിക്കെന്തോ വാങ്ങി വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് കേട്ടെ. ജാനകി ഒന്നും അറിയാത്ത പോലെ തന്നെ ചോദിക്കുന്നുണ്ട്, എന്താ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ആണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, ചുമ്മാതായിരിക്കും അമ്മേ, ഇങ്ങോട്ടേക്ക് വരാനുള്ള മടി കൊണ്ട് എന്നെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നതായിരിക്കും. ഇവിടെ വരുമ്പോഴെല്ലാം എൻ്റെ അച്ഛനമ്മയ്ക്കും ഓരോ കുറ്റങ്ങളല്ലേ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാ അവരിങ്ങോട്ടേക്ക് വരാൻ മടിക്കുന്നത്. ഞാൻ എന്തായാലും വീട് വരെ ഒന്ന് പോയിട്ട് വരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ജാനകി ആണെങ്കിലും പറയുന്നുണ്ട്, എങ്കിൽ ശരി മോള് പോയിട്ട് വാ എന്നിങ്ങനെ പറയുകയാണ്. എന്നാൽ അനാമിക പോകുന്നത് അവളുടെ കാമുകനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജാനകിയോടാണെങ്കിലും കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് അനാമിക അവിടുന്ന് കാമുകനെ കാണാനായിട്ട് തന്നെയാണ് പോകുന്നത്. കാമുകൻ വിളിച്ചിട്ട് കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചതുകൊണ്ടാണ് കേട്ടോ അവൾ ഈ സമയത്ത് കാമുകനെ കാണാൻ പോകുന്നത്. ആ സമയത്ത് ജാനകി ആണെങ്കിലും മനസ്സിൽ ഓർക്കുന്നുണ്ട്, എടി കള്ളി, നീ എവിടെ പോവാന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി. നീ എൻ്റെ മകനെ ചതിക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ലാതെ നിനക്ക് ഒരിക്കലും എൻ്റെ മകനെ സ്നേഹിക്കാൻ കഴിയില്ല. അങ്ങനെ ഓരോന്നോർത്തോണ്ട് തന്നെ ജാനകി അനാമികയുടെ പുറകെ തന്നെ പോവുകയാണ്. അനാമികയാണെങ്കിലും നേരെ ചെല്ലുന്നത് റോഡ് സൈഡിലുള്ള ഒരു കൂൾ ബാറിലോട്ടാണ് കേട്ടോ. അവിടെ രണ്ടുപേരും കൂടെ ജ്യൂസൊക്കെ കുടിച്ചിരിക്കുന്നതാണെങ്കിലും പുറകെ ചെല്ലുന്ന ജാനകി കാണുന്നുണ്ട്. അപ്പോൾ തന്നെ ജാനകിക്കാണെങ്കിലും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാവുകയാണ്. അപ്പോൾ ഇവൾ കരുതിക്കുട്ടി തന്നെയാണല്ലേ എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇവൾക്ക് വേറെ പയ്യന്മാരുമായിട്ടൊക്കെ ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ഇവൾ എൻ്റെ മോനെ കല്യാണം കഴിച്ച് അനന്തപുരിയിലോട്ട് വന്നത്. അനന്തപുരിയിലെ സ്വത്ത് മുതലും ഒക്കെ കണ്ടിട്ട് തന്നെയായിരിക്കും ഇവളും അങ്ങോട്ടേക്ക് കയറി വന്നിട്ടുണ്ടാവുക. അല്ലാതെ എൻ്റെ മോനെ സ്നേഹിച്ചിട്ടൊന്നുമല്ല. ജാനകിയാണെങ്കിലും ആ കാഴ്ച അധികം നേരം കണ്ടോടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കരുതിക്കൂട്ടി തന്നെ ജാനകിയാണെങ്കിലും വേണുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ജാനകി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്ന സമയത്ത് തന്നെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജാനകി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും കൂടെ അനാമികയുടെ കാര്യങ്ങൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വേണു ആണെങ്കിലും രേവതിയോട് ചോദിക്കുന്നുണ്ട്, മോള് വിളിച്ചായിരുന്നോ എന്ന്. ആ വിളിച്ചായിരുന്നു വേണു കേട്ടാ, ഇപ്പം വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ. മോള് പറയുമായിരുന്നു
എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്തു വരണം. അതിനു മുമ്പ് കയ്യിൽ കിട്ടുന്നതൊക്കെ എടുത്തോണ്ട് വരണമെന്ന്. എന്തായാലും ഇപ്പൊ അവിടെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകും. അനിയുടെ അമ്മ അവളെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ കയ്യിലുള്ള സ്വർണ്ണവും പണവും കൂടെ കിട്ടിയാലേ അവളിങ്ങ് പോരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും നമ്മുടെ മോളെ അവൾക്ക് നല്ലോണം കാര്യങ്ങളൊക്കെ ചെയ്യാനറിയാം. ഒന്നിനും ഒരു കുറവും അവൾ വെക്കുകയില്ല. എല്ലാം അവൾ കണ്ടറിഞ്ഞ് ചെയ്തോളും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് വേണം അനിയുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും തീർത്ത് അവൾ ഇഷ്ടപ്പെടുന്ന ആ ചെറുക്കൻ്റെ കൂടെ അവളുടെ കല്യാണം നടത്തി കൊടുക്കാൻ. ആ അനിയുടെ പേരിൽ മാനനഷ്ടത്തിനുള്ള ഒരു കേസും കൂടെ ഫയൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അനന്തപുരിക്കാർ നമ്മൾ ചോദിക്കുന്ന എന്തും തരും. കാരണം ഇങ്ങനൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് നാണക്കേടാവൂലേ. അതുകൊണ്ട് തന്നെ അവർ നമ്മൾ എന്ത് ചോദിച്ചാലും തരാതിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചിരിക്കുകയാണ് വേണു. ഇതൊക്കെയാണെങ്കിലും നമ്മുടെ ജാനകി കേൾക്കുകയാണ് കേട്ടോ. ജാനകി ആണെങ്കിലും വിചാരിക്കുന്നുണ്ട് ഒരിക്കലും അനിയുമായിട്ടുള്ള ഒരു നല്ല ജീവിതം അവൾക്ക് ഉണ്ടാവില്ല. അവൾ ഒരിക്കലും അനിക്ക് ചേർന്ന പെണ്ണല്ല. അവളുടെ ലക്ഷ്യം അപ്പടിയും ഇവിടുത്തെ സ്വർണവും ഇവിടുത്തെ സ്വത്തും മുതലും തന്നെയാണ്. അവൾ അതൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ് അങ്ങോട്ടേക്ക് കയറി വന്നിട്ടുള്ളത്. അല്ലാതെ അനിയുമായിട്ടൊത്ത് നല്ലൊരു കുടുംബജീവിതം നയിക്കാനൊന്നുമല്ല. എൻ്റെ മോനെ ഇവളെ ചതിക്കുക തന്നെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയ ജാനകിക്ക് ഇതെല്ലാം ഓർത്തിട്ട് വല്ലാത്തൊരു സങ്കടവും വിഷമമൊക്കെ തോന്നുകയാണ്. അങ്ങനെ ജാനകിയാണെങ്കിലും അവർക്ക് മുഖം കൊടുക്കാതെ നേരെ തിരികെ വീട്ടിലോട്ട് വരികയാണ്. അങ്ങനെ വന്ന് റൂമിൽ കയറിയിട്ടാണെങ്കിലും ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട്. ഇത്രയും നാളും സ്വന്തം മരുമോൾക്ക് വേണ്ടി എല്ലാവരോടും വഴക്കുണ്ടായിക്കൊണ്ടിരുന്ന ജാനകി പെട്ടെന്ന് സൈലൻ്റായി മാറി റൂമിൽ വിഷമിച്ചിരിക്കുന്ന കാണുമ്പോഴേക്കും ദേവയാനിയാണെങ്കിലും ജാനകിയുടെ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ജാനകി? നിന്നെ ഇന്ന് പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ. എന്ത് പറ്റി? എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം ജാനകി ആണെങ്കിലും പറയുന്നുണ്ട്, ഏയ് ഒന്നുമില്ല ഏട്ടത്തി, ഒന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും തന്നെ ദേവയാനി പറയുന്നുണ്ട്, ഏയ് അങ്ങനെയല്ല, എന്തോ നിനക്ക് പറ്റിയിട്ടുണ്ട്. നിന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ട്. അത് നിന്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് ജാനകിയാണെങ്കിലും വിങ്ങി പൊട്ടുകയാണ്. ഏട്ടത്തിന്ന് വിളിച്ചോണ്ട് തന്നെ ദേവയാനിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ദേവയാനി ചോദിക്കുന്നുണ്ട്, ജാനകി എന്താ നിനക്ക് പറ്റിയത്? എന്തിനാ നീ കരയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം ജാനകി പറയുന്നുണ്ട്, അത് പിന്നെ ഏട്ടത്തി പറഞ്ഞപ്പം ഞാനിതൊന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാനെല്ലാം നേരിട്ട് കണ്ടു. അവൾ ഫോണിൽ കൂടെ സംസാരിക്കുന്നത് മുഴുവൻ ഞാൻ കേട്ടു. ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്ത് കണ്ടെന്നാ ജാനകി നീ പറയുന്നത്? അത് പിന്നെ ഏട്ടത്തി, ആ അനാമികയുടെ സ്വഭാവം, അവളുടെ വഴിവിട്ട ബന്ധം, അതൊക്കെ ഞാൻ ഇന്ന് നേരിട്ട് കണ്ടു എന്നിങ്ങനെ പറയുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, അത് ഞാൻ അന്ന് തന്നെ നിന്നോട് പറഞ്ഞതല്ലേ. ഞാൻ നിന്റെ മരുമകളോട് ഇത്രയ്ക്കും ദേഷ്യം കാണിച്ചത് എന്തിനാന്നുള്ളത് നിനക്കറിയാവോ? അന്ന് എൻ്റെ കരള് പോയി ഞാൻ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കിടന്നില്ലേ. ആ പാലിൽ വിഷം ചേർത്ത് വെച്ചത് അത് അനാമികയായിരുന്നു. ആ പാലെടുത്ത് കുടിച്ചതുകൊണ്ടാണ് അന്നെനിക്ക് കരള് നഷ്ടമായത്. അന്ന് ആ പാലിൽ വിഷം ചേർത്ത് വെച്ചത് നവ്യയ്ക്കും നവ്യയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ഞാൻ അന്ന് കുടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പം നവ്യയും ആ കുഞ്ഞും ജീവനോടെ കാണില്ലായിരുന്നു. ഇപ്പം വലിയൊരു ആപത്താണ് ഒഴിഞ്ഞു മാറിയിരിക്കുന്നത്. പക്ഷേ അവളെ നീ ഇനിയും നന്നായിട്ട് മനസ്സിലാക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ അവൾ എന്തും ചെയ്യാൻ മടി കാണിക്കില്ല. അവളുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് അവൾ ആരെ കൊല്ലാനും മടിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ വീട്ടിലെ സ്വത്തും പണവും മാത്രം കണ്ടിട്ടാണ് അവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ടുള്ളത്. അല്ലാതെ അനിയുമായിട്ട് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം ഒന്നും നയിക്കാൻ വേണ്ടിയിട്ടല്ല. ജാനകിയോട് പറയുന്നുണ്ട്, ഒരിക്കലും നീ അവളെ വിശ്വസിക്കരുത്. അവളും അവളുടെ വീട്ടുകാരും പറയുന്നതെല്ലാം കള്ളമാണ്. അപ്പോൾ ജാനകി ആണെങ്കിലും പറയുക, എനിക്കെല്ലാം മനസ്സിലായി ഏട്ടത്തി. ഇത്രയും നാളും ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ അവളെ സ്നേഹിച്ചത്. ഇത്രയും വലിയൊരു ചതിയാണ് അവൾ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നില്ല ഏട്ടത്തി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പിന്നെയും വിഷമിക്കുകയാണ്. ദേവയാനി പറയുന്നുണ്ട്, തൽക്കാലം ഇതൊന്നും നമ്മൾ അറിഞ്ഞു എന്നുള്ളത് അവളെ അറിയിക്കണ്ട. അവളുടെ ഈ കളിയൊക്കെ എവിടെ വരെ പോകുമെന്നൊന്നും നമുക്ക് നോക്കാമല്ലോ. ജാനകി പറയുന്നുണ്ട്, അത് വേണോ ഏട്ടത്തി? അവൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അവക്കിട്ട് രണ്ടെണ്ണം കൊടുക്കാനാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് ദേഷ്യവും സങ്കടവും എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ മോൻ്റെ ജീവിതം വെച്ചിട്ടല്ലേ അവൾ കളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുകയാണ്, ഏയ് ഇപ്പം എന്തായാലും നീ പ്രതികരിക്കണ്ട. അച്ഛനും അമ്മയൊക്കെ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരുപാട് വിഷമിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സത്യം ഇത്രയും നാളും വേറെ ആരും അറിയാതെ നോക്കിയത്. അതുകൊണ്ട് നീയും അത് തന്നെ ചെയ്യണം. ഇപ്പം എന്തായാലും തുറന്നടിച്ചതുപോലെ ഈ കാര്യങ്ങളൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട. പാവം എൻ്റെ മോൻ, അവനെ ഞാൻ മനസ്സിലാക്കാതെ പോയി. എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്നും ഈ തറവാട്ടിൽ നിന്നും അവളെ ഇവിടുന്ന് അടിച്ചിറക്കണം. അവൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞാനതൊന്നും മനസ്സിലാക്കിയില്ലല്ലോ ഏട്ടത്തി എന്നൊക്കെ ഇങ്ങനെ ജാനകി പറഞ്ഞ് പിന്നെയും കരയുകയാണ്. അപ്പോൾ ദേവാനി പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല. എന്തായാലും നമ്മളിനി അവളെ ഇവിടെ വെച്ച് ഉറപ്പിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ഒരവസരം വന്നാൽ അനിയുടെ ജീവിതത്തിൽ നിന്നും അവളെ എടുത്ത് മാറ്റുക തന്നെ ചെയ്യും. എല്ലാ തെളിവുകളും കാണിച്ചിട്ട് മുത്തച്ഛനോടും മുത്തച്ഛനോടും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാം. എന്തായാലും നീ സമാധാനമായിട്ടിരിക്കുക. ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവൾ ഇനി ഒരിക്കലും അനിയെ സ്നേഹിക്കില്ല. അവളുടെ മനസ്സിൽ അവൾ സ്നേഹിക്കുന്ന വേറൊരു പുരുഷനുണ്ട്.
ഇനിയിപ്പം അനിയുമായുള്ള ജീവിതം ഉപേക്ഷിച്ച് ആ കാമുകന്റെ കൂടെ പോയി സുഖമായി ജീവിക്കാൻ തന്നെയാ അവള് തീരുമാനിച്ചേക്കുന്നത്. അതിനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൾ അതിൽ നിന്നൊന്നും മാറാൻ പോകുന്നില്ല. അതിന്റെയൊക്കെ അഹങ്കാരമാണ് അവളുടെ സ്വഭാവത്തിലും അവളുടെ ഓരോ പ്രവൃത്തിയിലും നമ്മൾ കാണുന്നത്. ജാനകി പറയുന്നുണ്ട്, അതേ ഏട്ടത്തി, എനിക്കെല്ലാം മനസ്സിലായി. ഞാനിപ്പം നേരിട്ട് കണ്ടതാ ഇതൊക്കെ. ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം ഏട്ടത്തി എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെയാണെങ്കിലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് ജാനകിയും ദേവയാനിയും കൂടെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ചെല്ലുകയാണ്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ പതിവില്ലാതെ രണ്ടുപേരും കൂടി ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നേ? അല്ലെങ്കിൽ മുഖത്തോട് മുഖം നോക്കിയാൽ രണ്ടുപേരും വഴക്കായിരുന്നല്ലോ. നേരത്തെ എന്ത് സന്തോഷത്തോടെയാ നിങ്ങൾ രണ്ടുപേരും പോയിക്കൊണ്ടിരുന്നത്, പരസ്പരം സ്നേഹിച്ചും കാര്യങ്ങളൊക്കെ സംസാരിച്ചും ഒക്കെ. ഇപ്പം മുഖത്തോട് മുഖം നോക്കിയാൽ തമ്മിൽ തല്ലാനും വഴക്കിടാനും അല്ലേ നിങ്ങൾക്ക് നേരമുള്ളൂ. അപ്പൊ ദേവയാനി പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നും ഇല്ലമ്മേ. ഒരു തെറ്റിദ്ധാരണ മൂലമാണ് ജാനകി എന്നോട് അങ്ങനെയൊക്കെ പെരുമാറിക്കൊണ്ടിരുന്നത്. ജാനകി ഒരു തെറ്റ് ചെയ്തു, മരുമകളെ അങ്ങ് അന്ധമായിട്ട് വിശ്വസിച്ചു. അതുകൊണ്ട് അവൾ അങ്ങനെയൊക്കെ പെരുമാറിയെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ജാനകി പറയുന്നുണ്ട്, അച്ഛാ, ഞാൻ അവളെ ഒരുപാട് വിശ്വസിച്ചു. അവൾ അനിയുടെ ജീവിതത്തിൽ നല്ലൊരു ഭാര്യയായിട്ട് കാണുമെന്ന് വിചാരിച്ചു. അനിക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ആഹാ, ഇപ്പൊ വന്നിട്ട് എന്താ ജാനകി പറ്റിയെന്നൊക്കെ ചോദിക്കാം മുത്തശ്ശി. അച്ഛാ, അത് പിന്നെ നമ്മുടെ അനിക്ക് ചേർന്ന പെണ്ണല്ല അനാമിക. ഇപ്പം നമുക്ക് തെറ്റ് പറ്റിയച്ഛാ. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം അനാമിക തന്നെയാണ്. അവളിപ്പോൾ ഏതോ ഒരുത്തൻ്റെ കൂടെ ചുറ്റിക്കറങ്ങുന്നത് പതിവാക്കിയിരിക്കുകയാണ്. ഞാൻ 2-3 തവണ കണ്ടതാ അച്ഛാ. ദാ ഇപ്പം ജാനകിയും കണ്ടു. പിന്നെ അവളുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇവളുടെ ചെവി കൊണ്ട് തന്നെ കേൾക്കുകയും ചെയ്തു. ജാനകി പറയുന്നുണ്ട്, അച്ഛാ, അവരെന്തൊക്കെയാ സംസാരിച്ചെന്നറിയാവോ? അനിയുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്തണം, എന്നിട്ട് അനിയുടെ പേരിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. അത് മാത്രമല്ല, ഇവിടുത്തെ സ്വത്തും മുതലും സ്വർണ്ണവും ഒക്കെ തന്നെയാണ് അച്ഛാ അവർ പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയും അനന്തപുരി തറവാടിനെ തകർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അച്ഛാ അവരൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. മാനക്കേട് ഉണ്ടാക്കണം, അനന്തപുരി തറവാടിലെ എല്ലാ പേരും പ്രശസ്തിയും പോകണം. ഇതൊക്കെ തന്നെയാണ് അവരുടെ ചിന്താഗതി. ഇതെല്ലാം ഞാൻ എൻ്റെ ചെവി കൊണ്ട് തന്നെ കേട്ട കാര്യങ്ങളാണ് അച്ഛാ. ഇതൊക്കെ തിരിച്ചറിയാൻ ഞാൻ കുറേ വൈകിപ്പോയി അച്ഛാ. ഏട്ടത്തിയും അതുപോലെ എൻ്റെ മോൻ അനിയും എന്നോട് പറഞ്ഞതാണ്. അപ്പോഴൊന്നും ഞാൻ വിശ്വസിച്ചില്ല. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ഓഹോ, അപ്പോൾ അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങൾ. വേണുവിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉദ്ദേശമുണ്ടല്ലേ? എന്നാൽ ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അനാമികയാണെങ്കിലും തിരിച്ച് വീട്ടിലോട്ട് വരുന്ന സമയത്തേക്ക് തന്നെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അവളോട്, നീ ഇതെവിടെ പോയതാന്ന്. വീട്ടിൽ കാരണവന്മാരൊക്കെ ഉണ്ട്, അവരോടൊക്കെ ഒന്ന് പറഞ്ഞിട്ടൊക്കെ പോകരുതോ നിനക്ക് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ മുത്തശ്ശ, ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചിട്ട് തന്നെയാണല്ലോ പോയത്. ജാനകിയോട് ചോദിക്കുന്നുണ്ട്, ജാനകി, ഇവള് നിന്നോട് ചോദിച്ചിട്ടാണോ പോയതെന്ന്. ജാനകി പറയുന്നുണ്ട്, അച്ഛാ, അത് പിന്നെ അങ്ങനെയല്ല. അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വേറെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് റൂമിലോട്ട് ചെന്നപ്പോഴാണ് അവൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മ ഞാൻ പുറത്ത് പോകുവാന്ന് പറഞ്ഞു. അവളുടെ അച്ഛനെ കാണാൻ പോവാന്നോ എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനെയാണ് പോയതെന്ന് പറയുകയാണ്. മുത്തശ്ശൻ എന്നിട്ട് അനാമികയോട് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് നീ വീട്ടിൽ പോയി അച്ഛനെ കണ്ടോന്ന്. ഇത് കേൾക്കുമ്പോഴേക്കും അനാമിക എന്തോ പന്തികേട് തോന്നിയിട്ട് അനാമിക മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. നീ നിന്റെ അച്ഛനെ കാണാൻ പോയില്ല എന്നാണല്ലോ ഞങ്ങൾ അറിഞ്ഞത്. നീ ഏതോ ഒരുത്തൻ്റെ കൂടെ ബൈക്കിൽ ചുറ്റിക്കറങ്ങി നടക്കുന്നതും ഏതോ കൂൾ ബാറിൽ പോയിരുന്ന് അവനോടൊപ്പം ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു എന്നൊക്കെയാണല്ലോ ഞാൻ അറിഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അനാമികയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അനാമിക ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്, ആരാ മുത്തശ്ശനോട് ഈ പച്ചക്കള്ളങ്ങളൊക്കെ പറഞ്ഞു തന്നത്? അപ്പോൾ ഈ കണ്ടെന്ന് പറഞ്ഞതെല്ലാം കളവാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അപ്പോൾ അനാമിക ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അനാമികയോട് പറയുന്നുണ്ട്, ഇവിടെ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും നടക്കില്ല. ഈ തറവാട്ടിലെ മരുമക്കളാരും ഇങ്ങനെയൊന്നും അന്യപയ്യന്മാരുടെ കൂടെ ചുറ്റിക്കറങ്ങാൻ പോയിട്ടില്ല. അതുകൊണ്ട് ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ താക്കീത് കൊടുക്കുകയാണ്. അങ്ങനെ അനിയാണെങ്കിലും ഓഫീസിൽ നിന്നൊക്കെ വരുന്ന സമയത്തേക്ക് ജാനകിയാണെങ്കിലും അനിയുടെ റൂമിലോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ജാനകി അനിയോട് പറയുന്നുണ്ട്, മോനെ, നിന്റെ ജീവിതം ഇങ്ങനെയായി പോയതിൽ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. അനി ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്ത് വിഷമം? അമ്മ ഇപ്പോൾ കൂടുതൽ സ്നേഹിക്കുന്നത് അമ്മയുടെ മരുമകളെയല്ലേ, പിന്നെ അമ്മ എന്തിനാ എന്നെ ഓർത്ത് വിഷമിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, മോനെ, അങ്ങനെയല്ല മോനെ, ഇന്ന് എനിക്കെല്ലാം മനസ്സിലായി. അവൾ നിന്റെ ജീവൻ എടുക്കാൻ വന്നവളാന്നുള്ള കാര്യം. അല്ലാതെ അവൾ നിന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല മോനെ. അതൊക്കെ ഞാൻ വൈകിയാണെങ്കിലും മനസ്സിലാക്കി എന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന അനി സന്തോഷം കൊണ്ട് അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. ഇപ്പോഴാ അമ്മയെ എനിക്ക് സമാധാനമായത്. ഇവളുടെ സ്വഭാവം എന്താണെന്നുള്ളത് അമ്മ മനസ്സിലാക്കിയല്ലോ. ഇവളുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കിയ അന്ന് മുതൽ തന്നെയാണ് ഞാൻ ഇവളെയും വെറുക്കാൻ തുടങ്ങിയത്. അവൾ ഒരിക്കലും എന്നെ സ്നേഹിക്കാനോ നമ്മുടെ കുടുംബത്തിൽ സന്തോഷമായിട്ട് ജീവിക്കാനോ വന്നവളല്ലമ്മേ. അവളുടെ ലക്ഷ്യം ഈ കുടുംബത്തിലെ സമ്പത്ത് മാത്രമാണമ്മേ. അമ്മ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം ഞാനത് പറയാൻ ശ്രമിച്ചതാണ്. അന്നൊക്കെ ഞാൻ പറഞ്ഞത് അമ്മ കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല. ജാനകി പറയുന്നുണ്ട്, മോനെ, എന്നിട്ട് നന്ദുവിൻ്റെ കാര്യം പറയുന്നുണ്ട്. നന്ദു ഒരു നല്ല കുട്ടിയാണ്. പക്ഷേ എല്ലാവരും പറയുന്നത് കേട്ട് അവൾ ഇനി എന്നെ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല മോനെ.
അതെ, അവസാനം എനിക്ക് മനസ്സിലായി. അവളാണ് നിനക്ക് ചേരുന്ന പെണ്ണെന്ന്. എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ജാനകിയാണെങ്കിലും നന്ദുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് നന്ദു ആണെങ്കിൽ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് യൂണിഫോം ഒക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണ്. ജാനകിയെ കണ്ടപ്പോഴേക്കും ചിരിച്ചോണ്ട് നന്ദു ആണെങ്കിലും നോക്കി നിൽക്കുകയാണ് കേട്ടോ. നല്ല ഗമയിലുള്ള നന്ദുവിൻ്റെ ആ വരവ് കാണുമ്പോഴേക്കും ജാനകിക്ക് ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട്. ജാനകിയുടെ കൂടെ അനിയും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ വരുന്ന കാണുമ്പോഴേക്കും തന്നെ കനക പറയുന്നുണ്ട്, എന്താ രണ്ടുപേരും കൂടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ലേ ഞങ്ങളുടെ നന്ദുമോളെ കൊണ്ട് നിങ്ങളുടെ മോന് ഒരു ശല്യം ഉണ്ടാവില്ലാന്ന്. നിങ്ങളുടെ മകനോട് ഇനി നന്ദുവിൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്യാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ മതിയെന്ന് കനക പറയുകയാണ് കേട്ടോ. അപ്പം ജാനകി പറയുന്നുണ്ട്, കനകയും ഗോവിന്ദനും എന്നോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞതൊക്കെ തെറ്റായിരുന്നെന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. ആ അനാമിക, അവളെ ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു പോയി. മരുമകളെ തലയെ കയറ്റി വെച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ കനക ചോദിക്കുന്നുണ്ട്. കനകയും ഗോവിന്ദനും എന്നോട് ക്ഷമിക്കണം. പിന്നെ ഇപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് വേറൊരു കാര്യം സംസാരിക്കാനാണ്. ഇവളെ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് അനന്തപുരിയിലോട്ട് കൊണ്ടുപോകാൻ. അതും കൂടെ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുകയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, അയ്യോ അത് വേണ്ട. എൻ്റെ രണ്ട് മക്കളുടെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോഴാണ് അവരെ രണ്ടുപേരെയും അവരുടെ അമ്മായിമ്മമാരൊക്കെ സ്നേഹിച്ചൊന്ന് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങളുടെ മൂന്നാമത്തെ മോളെയും അനന്തപുരിയിലോട്ട് പറഞ്ഞു വിടാൻ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല. ഞങ്ങൾ ഇനി അതിന് തയ്യാറുമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ കനകയും ഗോവിന്ദനും. ഇത് കേട്ട ജാനകി പറയുന്നുണ്ട്, അനാമിക ഏത് നിമിഷവും അനന്തപുരിയിൽ നിന്ന് അടിച്ചിറക്കപ്പെടും. കാരണം അവളുടെ കയ്യിലിരിപ്പ് അത്രത്തോളം മോശമാണ്. അച്ഛനും അമ്മയ്ക്കും അതൊക്കെ മനസ്സിലായി. അവർ തന്നെ അതൊക്കെ തിരുത്താനും തയ്യാറാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ നന്ദുവിൻ്റെ വിവാഹം നിങ്ങൾ നടത്തരുത്. നന്ദുവിനെ ആ വീട്ടിൽ മിക്കവർക്കും ഇഷ്ടമാണ്. നന്ദുവിനെ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. യാതൊരു പ്രശ്നവും അതിൻ്റെ പേരിൽ അവിടെ ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ ജാനകി ഉറപ്പ് പറയുകയാണ്. എന്നാൽ കനകയും ഗോവിന്ദനും ഇതൊന്നും അങ്ങോട്ടേക്ക് ഒട്ടും സമ്മതിക്കുന്നില്ല കേട്ടോ. അവർ തർപ്പിച്ച് പറയുന്നുണ്ട്, ഇല്ല, ഞങ്ങളുടെ നന്ദൂട്ടനെ അനന്തപുരിയിലോട്ട് എന്തായാലും അയക്കില്ല. എൻ്റെ രണ്ട് മക്കളും അവിടുത്തെ മരുമക്കളല്ലേ. അതുകൊണ്ട് ഇനി എന്തായാലും ഇവൾ ആ കുടുംബത്തിലോട്ട് വരണ്ട. ഇവളെ വേറെ കുടുംബത്തിലോട്ട് തന്നെ കെട്ടിച്ച് അയക്കുന്നുള്ളൂ. അപ്പോൾ അനിയുടെ മുമ്പിൽ വെച്ച് തന്നെ ജാനകിയാണെങ്കിലും നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, മോളെ മോക്ക് ഇവനെ ഇപ്പോഴും ഇഷ്ടമല്ലേ? ഇവൻ്റെ ഭാര്യയാകാൻ മോൾ ആഗ്രഹിക്കുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട്. നീ നിന്റെ മനസ്സുകൊണ്ട് ഇപ്പോഴും ഇവനെ സ്നേഹിക്കുന്നില്ലേ? നീ തന്നെ നിന്റെ അച്ഛനോടും അമ്മയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും മോളെ. നിന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ ഞാനും എൻ്റെ മകനും ഇപ്പോഴും തയ്യാറാണ്. നിനക്കൊരിക്കലും അനിയെ മറന്നിട്ട് വേറൊരു ജീവിതത്തിലോട്ട് പോകാനാവില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. ഇത് കേട്ട നന്ദുവിൻ്റെ മനസ്സാണെങ്കിലും അലിയുന്നുണ്ട് കേട്ടോ. നന്ദുവിന് ഇത് തന്നെയായിരുന്നു ആഗ്രഹം. എന്നാൽ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് അവരുടെ അഭിമാനം രക്ഷിക്കാനായിട്ട് തന്നെ നന്ദു ആണെങ്കിലും ആ ഒരു ആഗ്രഹം ത്യാഗം ചെയ്യുകയാണ്. അവൾ പറയുന്നുണ്ട്, വേണ്ട, എൻ്റെ അച്ഛനും അമ്മയും പറയുന്നതിനപ്പുറത്തോട്ട് എനിക്കൊരു ജീവിതമില്ല. അവരുടെ തീരുമാനം എന്താണെങ്കിലും അത് അനുസരിക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിനെക്കുറിച്ച് എനിക്കിനി ഒന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നന്ദു അവിടുന്ന് ഡ്യൂട്ടിക്കായിട്ട് പോവുകയാണ്. ഇതെല്ലാം കേട്ട് ആകെ വിഷമത്തിൽ തന്നെ അനിയും ജാനകിയും അവിടുന്ന് പോവുകയാണ്. ജാനകിയാണെങ്കിലും അനിയോട് പറയുന്നുണ്ട്, മോൻ വിഷമിക്കേണ്ട മോനെ, ഒരിക്കലും നന്ദുവിന് നിന്നെ മറക്കാൻ പറ്റില്ല. ഇത് കാണുമ്പോഴേക്കും കനകയും ഗോവിന്ദനും ആണെങ്കിലും പറയുന്നുണ്ട്, ഞങ്ങൾ നായന മോളോട് സംസാരിച്ചോളാം. എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ മക്കളോടൊക്കെ ഒന്ന് ചോദിക്കട്ടെ, എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും നയനയോടും ആദർശനോടും ഞാൻ സംസാരിച്ചോളാം. അവരെന്തായാലും നിന്റെ ജീവിതം നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരല്ലല്ലോ. അവരോടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവരും സമ്മതിക്കും. അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. നിന്റെ ആഗ്രഹം എന്തായാലും ഈ അമ്മ സാധിച്ചു തരും എന്നൊക്കെ ജാനകിയാണെങ്കിലും ഉറപ്പ് കൊടുക്കുകയാണ് എനിക്ക്. അങ്ങനെ അനിയാണെങ്കിലും സമാധാനത്തോടെ തന്നെ ഇനിയെങ്കിലും നന്ദുവുമായിട്ട് ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്